ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കിയൊരു മത്തൻ കറിയാണ്. അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണണ്ടേ? അത് കണ്ടിട്ട് വരാം കേട്ടോ. നമുക്ക് ഈ മത്തനൊന്ന് മുറിച്ച് തൊലി കളയാം. നമുക്കെല്ലാം ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. മൊത്തം തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ട് ഇനി നമുക്ക് ചെറുതായിട്ട് മുറിക്കാം. ചെറുതാക്കി മുറിച്ചെടുക്കുന്ന പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ഇത് ചൂടോടുകൂടി ചോറിന് കൂടെ വയ്ക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കത് മുഴുവനും അരിഞ്ഞെടുത്തിട്ട് വരാം. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് കീറിയിടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. ഇനി ഇത് അടുപ്പത്തേക്ക് വെക്കാം. അരപ്പിനാവശ്യമുള്ള തേങ്ങയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും. ഇതിലേക്ക് അധിക സാധനങ്ങളൊന്നും വേണ്ട, പക്ഷെ നല്ല ടേസ്റ്റുള്ളൊരു കറി കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി വെക്കണം. നമുക്കിത് തേങ്ങ അരച്ചെടുത്തിട്ട് വരാം. തേങ്ങ അരച്ചെടുത്ത് മത്തൻ നല്ലോണം വെന്ത ഉടഞ്ഞാണേ. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പൊന്ന് വേവട്ടെ. കറിയിലെ അരപ്പൊക്കെ വെന്ത് വന്നേ. ഇനി നമുക്ക് ഈ കറി ഒന്ന് വറവിട്ടെടുക്കാം. ഇതിനി ചൂടാറുമ്പോൾ നല്ലോണം കുറുകും. ചട്ടി ചൂടേ, നമുക്ക് ഇതിലേക്ക് എണ്ണ വെച്ചെടുക്കാം. എണ്ണ ചൂടാനെ നമുക്കിതിലേക്ക് കടുക് ഇടാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക്, കറിവേപ്പില,
ഇനി നമുക്ക് കറിയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ മത്തൻ കറി റെഡി ആയിട്ടോ.